കേട്ടറ്റ് കാറ്റഗറി 1 EVSലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനലിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത EVSലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ 2 വീഡിയോകളുടെ തുടർച്ചയായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്കൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടുന്നതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഫംഗസ്, പ്രോട്ടോസോവ, വൈറസ്, മണ്ണിര. ഇവിടെ നൽകിയിരിക്കുന്ന ഈ 4 ചോയ്സുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജൈവാവശിഷ്ടങ്ങളുടെ വിഘടനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവിവർഗ്ഗങ്ങളാണ് ഫംഗസുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് എ ആണ്, ഫംഗസ്. നെക്സ്റ്റ് വൺ, ഇക്കോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്താൻ അനുയോജ്യമായ ദിവസം ഡിസംബർ 5, നവംബർ 7, ജൂലൈ 21, നവംബർ 14. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എ ആണ്, ഡിസംബർ 5. ഡിസംബർ 5 നമ്മൾ അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്കോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ദിനമാണ് അന്താരാഷ്ട്ര മണ്ണ് ദിനമായ ഡിസംബർ 5. നെക്സ്റ്റ് വൺ, അന്തരീക്ഷ വായുവിലെ 50% മുതൽ 80% വരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് വനസസ്യങ്ങൾ, സമുദ്രത്തിലെ ആൽഗകളും പ്ലവകങ്ങളും, കണ്ടൽ വനങ്ങൾ, പുൽവർഗ്ഗങ്ങൾ. സസ്യങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായാണ് അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ സമുദ്രത്തിൽ കാണപ്പെടുന്ന ആൽഗകളിലും പ്ലവകങ്ങളിലും നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായാണ് അന്തരീക്ഷ വായുവിലെ 50% മുതൽ 80% വരെ ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, സമുദ്രത്തിലെ ആൽഗകളും പ്ലവകങ്ങളും. നെക്സ്റ്റ് വൺ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകാത്ത വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ. ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണമായി മാറുന്നത്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്ന പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ. ഈ തന്നിരിക്കുന്ന ചോയ്സിൽ അമോണിയ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഉദാഹരണമല്ല. അതുകൊണ്ട് തന്നെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകാത്ത വാതകമാണ് അമോണിയ. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും മീഥെയ്നും ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. നെക്സ്റ്റ് വൺ, 2021-2030 ദശകത്തെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൈവ മണ്ണ് പുനഃസ്ഥാപന ദശകം, ജൈവോർജ പുനഃസ്ഥാപന ദശകം, ജൈവ വൈവിധ്യ പുനഃസ്ഥാപന ദശകം, ആവാസ വ്യവസ്ഥാ പുനഃസ്ഥാപന ദശകം. 2021-2030 ദശകത്തെ ആവാസ വ്യവസ്ഥാ പുനഃസ്ഥാപന ദശകമായാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ആവാസ വ്യവസ്ഥാ പുനഃസ്ഥാപന ദശകം അല്ലെങ്കിൽ ഡിക്കേഡ് ഓഫ് ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ മരപ്പൊത്തിൽ കൂടുകൂട്ടാത്ത പക്ഷി മരംകൊത്തി, പൊന്മാൻ, തത്ത, മൂങ്ങ. ഈ തന്നിരിക്കുന്ന 4 പക്ഷികളിൽ മരപ്പൊത്തിൽ കൂടുകൂട്ടാത്ത പക്ഷി പൊന്മാനാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്, പൊന്മാൻ. നെക്സ്റ്റ് വൺ, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു, വിറ്റാമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഇ സഹായിക്കുന്നു, വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നു. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ സിയും ബി കോംപ്ലക്സ് വിറ്റാമിനും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. വിറ്റാമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു.
അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉദാഹരണമാണ് വിറ്റാമിൻ എ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. മൂന്നാമത്തെ നോക്കാം. എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് വിറ്റാമിൻ ഇ സഹായിക്കുന്നു. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അടുത്ത പ്രസ്താവന നോക്കാം. വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയാണ്. അതായത് വേവിക്കുന്ന സമയത്ത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്. നെക്സ്റ്റ് വൺ, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു. നമ്പർ 2, രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. നമ്പർ 3, ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. നമ്പർ 4, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നു. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന സമയത്ത് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഈ രണ്ടാമത്തെ നോക്കാം. രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഈ പ്രസ്താവന തെറ്റാണ്. കാരണം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് 2 ഘട്ടങ്ങളാണുള്ളത്. പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ, ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. ഇതിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം. ഈ പ്രകാശഘട്ടം നടന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ നടന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും രാത്രിയിൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നില്ല. കാരണം പ്രകാശഘട്ടം നടന്നതിന് ശേഷം മാത്രമേ ഇരുണ്ട ഘട്ടം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഇതും ശരിയാണ്. സസ്യങ്ങളിൽ ഹരിതകം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇലകളിലാണ്. അടുത്ത പ്രസ്താവന നോക്കാം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. പക്ഷേ ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ ജലത്തിൽ ലയിക്കുന്നൊരു തന്മാത്രയായതിനാൽ ഗ്ലൂക്കോസിനെ അന്നജമാക്കി മാറ്റിയാണ് സസ്യങ്ങൾ സംഭരിക്കുന്നത്. അതുകൊണ്ട് ഈ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ ബി. നെക്സ്റ്റ് വൺ, അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. ഈ അന്വേഷണാത്മക പഠന മാതൃക നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അവർ നേരിടുന്നൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തിലാണ് അവരുടെ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അധ്യാപകൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ബി ആണ്, എക്സ്പ്ലോർ. നെക്സ്റ്റ് വൺ, ജലമാലിന്യത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിന് വേണ്ടി ഏത് വാതകത്തിൻ്റെ അളവാണ് പ്രധാനമായും കണക്കാക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഓക്സിജൻ, ഫ്ലോറിൻ. ജലമാലിന്യത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിന് വേണ്ടി ഓക്സിജൻ്റെ അളവാണ് പ്രധാനമായും കണക്കാക്കുന്നത്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിൻ്റെ അളവനുസരിച്ചാണ് ആ ജലം എത്രത്തോളം മാലിന്യമടങ്ങിയതാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആൻസർ സി ആണ്, ഓക്സിജൻ. നെക്സ്റ്റ് വൺ, ഉളുക്ക് പറ്റിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ.
ഉളുക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. കാലിൽ ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കാതിരിക്കുക. ഉളുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക. ഇതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത ഫസ്റ്റ് എയ്ഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഉളുക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, കാരണം ഉളുക്ക് പറ്റിയാൽ കഴിവതും ആ ഭാഗം ചലിപ്പിക്കരുത്. രണ്ടാമത്തെ നോക്കാം. കാലിൽ ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കാതിരിക്കുക. ഇതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 3. ഉളുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഉളുക്ക് പറ്റിയ ഭാഗം ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകരുത്. ഏറ്റവും നല്ലത് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് പാക്ക് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ്. നാലാമത്തെ നോക്കാം. ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക. ഇതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് സി ആണ് ആൻസർ. ഉളുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ ശേഷികളും ധാരണകളും മനോഭാവങ്ങളും ശരിയായ രീതിയിൽ രൂപപ്പെടുന്ന പഠന പ്രവർത്തനം. ഇലമുളച്ചിയുടെ ഭാഗങ്ങൾ നിരീക്ഷിക്കുന്നു. ഇലമുളച്ചിയുടെ ചിത്രം വരയ്ക്കുന്നു. ഇലമുളച്ചിയുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു. ഇലമുളച്ചിയുടെ വിവിധ ഭാഗങ്ങൾ നട്ട് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ശേഷികൾ, ധാരണകൾ, മനോഭാവങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ രൂപപ്പെടുന്ന പഠന പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഇലമുളച്ചിയുടെ ഭാഗങ്ങൾ നിരീക്ഷിച്ചതുകൊണ്ടോ ഇലമുളച്ചിയുടെ ചിത്രം വരച്ചതുകൊണ്ടോ ഇലമുളച്ചിയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചതുകൊണ്ടോ ഈ 3 കഴിവുകളും ശരിയായ രീതിയിൽ കുട്ടിയിൽ രൂപപ്പെടുകയില്ല. അതേസമയം ഒരു ഇലമുളച്ചി എടുത്ത് അതിൻ്റെ ഭാഗങ്ങൾ നട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നതെന്ന് നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയിൽ ശേഷികളും ധാരണകളും മനോഭാവങ്ങളുമെല്ലാം ശരിയായ രീതിയിൽ രൂപപ്പെടും. അപ്പം അതുകൊണ്ട് ആൻസർ ഡി ആണ്. ഇലമുളച്ചിയുടെ വിവിധ ഭാഗങ്ങൾ നട്ട് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുന്നു. നെക്സ്റ്റ് വൺ. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ജീവികൾ. ബാഹ്യ അസ്ഥികൂടം കാണപ്പെടുന്നു. ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. 3 ജോഡി കാലുകളുണ്ട്. സംയുക്ത നേത്രങ്ങൾ കാണപ്പെടുന്നു. എ. ഷഡ്പദങ്ങൾ. ബി. ഒച്ചിനത്തിൽപ്പെട്ട ജീവികൾ. സി. ഉരഗങ്ങൾ. ഡി. പക്ഷികൾ. ഈ തന്നിരിക്കുന്ന 4 പ്രത്യേകതകളും ഷഡ്പദങ്ങൾ എന്ന വിഭാഗത്തിൽ വരുന്ന ജീവികളുടെ പ്രത്യേകതകളാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഈച്ച, പൂമ്പാറ്റ, തേനീച്ച, ഉറുമ്പുകൾ, വണ്ടുകൾ ഇവരൊക്കെ വരുന്ന വിഭാഗമാണ് ഈ പറയുന്ന ഷഡ്പദങ്ങൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ അവരുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. അവയ്ക്ക് ബാഹ്യാസ്ഥികൂടം കാണപ്പെടുന്നുണ്ട്. ശരീരത്തിന് 3 ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. 3 ജോഡി കാലുകൾ അവർക്ക് കാണപ്പെടുന്നുണ്ട്. അതുപോലെ കോമ്പൗണ്ട് ഐസ് അല്ലെങ്കിൽ സംയുക്ത നേത്രങ്ങളും ഈ പറയുന്ന ഷഡ്പദങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആൻസർ എ. ഷഡ്പദങ്ങൾ. നെക്സ്റ്റ് വൺ. കമ്പിളി വസ്ത്രം നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊക്കൂൺ, കൃത്രിമ നാര്, ചെമ്മരിയാടിൻ്റെ രോമം, പരുത്തിനൂൽ. ഇത് നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. കമ്പിളി വസ്ത്രം നിർമ്മിക്കുന്നത് ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ചാണ്. ആൻസർ സി. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ കേരളത്തിലെത്തുന്ന ദേശാടന പക്ഷി. നാഗമോഹൻ, വെള്ളിമൂങ്ങ, ചെറുകുയിൽ, ചെമ്പോത്ത്. ഈ തന്നിരിക്കുന്ന 4 പക്ഷികളിൽ നാഗമോഹനാണ് കേരളത്തിലെത്തുന്ന ദേശാടന പക്ഷി. ആൻസർ എ. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളിൽ വിട്ടുപോയിരിക്കുന്ന ഘട്ടങ്ങൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ. പ്രശ്നം ഉന്നയിക്കുന്നു. അതിനുശേഷം ഒരു ബ്ലാങ്കാണ്. ദെൻ പഠനരീതി ആസൂത്രണം, വീണ്ടും ഒരു ബ്ലാങ്കാണ്. ദെൻ അപഗ്രഥനം, വീണ്ടും ഒരു വിട്ടഭാഗം. ഈ 4 ചോയ്സുകളും ശരിയായ രീതിയിൽ വിശകലനം ചെയ്തിട്ട് വേണം നമ്മൾ ഈ ശാസ്ത്രീയ രീതിയുടെ ശരിയായ ഘട്ടങ്ങൾ കണ്ടെത്താൻ. ഈ ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കറക്റ്റ് ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ ശാസ്ത്രീയ രീതിയുടെ 1ാമത്തെ ഘട്ടമാണ് പ്രശ്നം ഉന്നയിക്കുന്നു എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് 2ാമത്തെ സ്റ്റെപ്പാണ്.
പ്രശ്നം ഉന്നയിച്ച് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഘട്ടമാണ് പരികൽപ്പന രൂപീകരിക്കൽ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്, പഠന രീതിയുടെ ആസൂത്രണം. ഇനി നാലാമത്തെ ഘട്ടമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നാലാമത്തെ ഘട്ടമാണ് വിവരശേഖരണം. അഞ്ചാമത്തെ ഘട്ടം ഇവിടെ നൽകിയിട്ടുണ്ട്, അപഗ്രഥനം. ദെൻ ആറാമത്തെ ഘട്ടം നിഗമനത്തിലെത്തൽ. അപ്പം അതുകൊണ്ട് ആൻസർ വരുന്നത് ബി ആണ്. അപ്പോൾ ആ ഘട്ടങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 1 പ്രശ്നം ഉന്നയിക്കുന്നു, 2 പരികൽപ്പന രൂപീകരിക്കൽ, 3 പഠനരീതി ആസൂത്രണം, 4 വിവരശേഖരണം, 5 അപഗ്രഥനം, 6 നിഗമനത്തിലെത്തൽ. നെക്സ്റ്റ് വൺ, വിദ്യാലയത്തിന് ചുറ്റുമുള്ള പഠന വിഭവങ്ങളുടെ ചിത്രീകരണം. വിഭവ ഭൂപടം, ആശയ ഭൂപടം, വെൻ ഡയഗ്രം, ട്രീ ചാർട്ട്. ഒരു വിദ്യാലയത്തിന് ചുറ്റുമുള്ള പഠന വിഭവങ്ങളുടെ ചിത്രീകരണത്തെയാണ് വിഭവ ഭൂപടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ എ ആണ്. നെക്സ്റ്റ് വൺ, കണ്ണിൻ്റെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ. വർണ്ണാന്ധത, നിശാന്തത, ഗ്ലോക്കോമ, തിമിരം. ഈ തന്നിരിക്കുന്ന 4 അസുഖങ്ങളും നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ഡാൾട്ടനിസം എന്ന് പറയുന്നത്. വർണ്ണാന്ധത ഒരു ജനിതക രോഗത്തിന് ഉദാഹരണമാണ്. അതുപോലെ വിറ്റാമിൻ എയുടെ കുറവ് മൂലം നമ്മുടെ കണ്ണിനുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലെ മർദ്ദം വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. അതേസമയം നമ്മുടെ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ് കാറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം. അപ്പം അതുകൊണ്ട് ആൻസർ ഡി ആണ്, തിമിരം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര സംഭവങ്ങളിൽ ആദ്യം നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് സംഭവം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഈ തന്നിരിക്കുന്ന 4 സംഭവങ്ങളിൽ ആദ്യം നടന്നിട്ടുള്ളത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, ജൈവ കീടരോഗ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കുമിൾ. സ്യൂഡോമോണസ്, അസറ്റോബാക്ടർ, ട്രൈക്കോഡെർമ, റൈസോബിയം. ജൈവ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോയ്സ് ആയിട്ടുള്ള സ്യൂഡോമോണസ് ഒരു ബാക്ടീരിയയാണ്, അസറ്റോബാക്ടറും ബാക്ടീരിയയാണ്, റൈസോബിയവും ബാക്ടീരിയയാണ്. ആൻസർ സി ആണ്, ട്രൈക്കോഡെർമ. ജൈവ കീടരോഗ നിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുമിൾ അല്ലെങ്കിൽ ഫംഗസാണ് ട്രൈക്കോഡെർമ. നെക്സ്റ്റ് വൺ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കാണപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, അറേബ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ, പസഫിക് സമുദ്രം. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ കാണപ്പെടുന്നത്. ആൻസർ സി. നെക്സ്റ്റ് വൺ, 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ നിരീക്ഷണക്കുറിപ്പ് എഴുതാൻ സാധിക്കുന്നില്ല. ഇത് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം. സർവേ, പ്രൊജക്റ്റ്, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം. ഈ രീതിയിലുള്ളൊരു പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചാണ്. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, 2022 ജനുവരി 2 അമാവാസിയാണെങ്കിൽ അടുത്ത പൗർണമി ഏത് ദിവസമായിരിക്കും? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് 14ാമത്തെ ദിവസം കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ദിവസമായിരിക്കും അടുത്ത പൗർണമി വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ജനുവരി 2 അമാവാസിയാണെങ്കിൽ അടുത്ത പൗർണമി ഏത് ദിവസമായിരിക്കും? അപ്പോൾ 14 ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് ജനുവരി 17 ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, മഴപ്പാട്ട്. മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തൽ, മഴമാപിനി നിർമ്മിക്കൽ, ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കൽ എന്നിവയിലൂടെ മഴ എന്ന തീം വിനിമയം ചെയ്യുന്നൊരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ്റെ ക്ലാസ്സിലൂടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് പ്രകടമാകുന്നത്? ഉദ്ഗ്രഥിത സമീപനം, ചാക്രികാരോഹണ രീതി,
അന്വേഷണാത്മക പഠന രീതി, ആശയ അവതരണ രീതി. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. മഴപ്പാട്ട്, മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തൽ, മഴമാപിനി നിർമ്മിക്കൽ, ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കൽ എന്നിവയിലൂടെ മഴ എന്ന തീം വിനിമയം ചെയ്യുന്ന ഒരു അധ്യാപികയുടെ ക്ലാസ്സിലൂടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് പ്രകടമാവുന്നത്? എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിസര പഠന പാഠ്യപദ്ധതിയിലെ ഉദ്ഗ്രഥിത സമീപനം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ സി ആണ്, ഉദ്ഗ്രഥിത സമീപനം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ്ജരൂപം: പവനോർജം, പ്രകൃതിവാതകം, തെർമൽ ഊർജം, ആണവോർജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ്ജരൂപമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന 4 പവനോർജം അല്ലെങ്കിൽ വിൻഡ് എനർജിയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ്ജരൂപം. ആൻസർ എ. നെക്സ്റ്റ് വൺ, മുളച്ച വിത്ത് വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വരുന്നതിന് കാരണമാവുന്ന പ്രസ്താവന ഏത്? കാണ്ഡം വണ്ണം വയ്ക്കുന്നത് മൂലം, ഇലകൾ വളർന്നു വരുന്നതിനാൽ, സസ്യം സ്വന്തമായി ആഹാരം നിർമ്മിച്ചു തുടങ്ങുന്നതിനാൽ, ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് മൂലം. ഒരു വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വിത്തിനുള്ളിലെ ബീജപത്രങ്ങളിലാണ് ആ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത്. വിത്ത് മുളച്ചതിന് ശേഷം ഈ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ആ ചെടി ആദ്യം വളർന്നു വരുന്നത്. അത്തരത്തിൽ ആ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ വിത്ത് മുളച്ചതിന് ശേഷം ബീജപത്രം ചുരുങ്ങി വരുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബീജപത്രം ചുരുങ്ങി വരുന്നത്. നെക്സ്റ്റ് വൺ, 500 ഗ്രാം വെള്ളത്തിലിട്ട ഒരു 50 ഗ്രാം ഐസ് കട്ട 50 മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരും എന്ന് നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്നു എന്നത് ഏത് പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്? നിഗമനം രൂപീകരിക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, പരീക്ഷണങ്ങളിലേർപ്പെടൽ, പ്രവചിക്കൽ. ഈ തന്നിരിക്കുന്ന 4 പ്രക്രിയാശേഷികളിൽ ഏത് പ്രക്രിയാശേഷിയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. 500 ഗ്രാം വെള്ളത്തിലിട്ട ഒരു 50 ഗ്രാം ഐസ് കട്ട 50 മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരും എന്ന് നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്നു. അതായത് ആദ്യം നടത്തിയ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്താവന നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രെഡിക്ഷൻ അല്ലെങ്കിൽ പ്രവചിക്കൽ എന്ന് പറയുന്ന പ്രക്രിയാശേഷിയാണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന രോഗങ്ങളിൽ വൈറസ് മഹാമാരിയുടെ കൂട്ടം: കോളറ, എലിപ്പനി, നിപ്പ. ചിക്കുൻഗുനിയ, പ്ലേഗ്, കോവിഡ്. നിപ്പ, കോവിഡ്-19, പക്ഷിപ്പനി. കോളറ, പക്ഷിപ്പനി, പ്ലേഗ്. ഇതിനകത്ത് വൈറസ് രോഗങ്ങളുടെ കൂട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നിപ്പ ഒരു വൈറസ് രോഗമാണ്, കോവിഡ്-19 ഒരു വൈറസ് രോഗമാണ്, പക്ഷിപ്പനിയും ഒരു വൈറസ് രോഗമാണ്. അതുകൊണ്ട് തന്നെ വൈറസ് രോഗങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് സി ആണ്. ആൻസർ സി. നെക്സ്റ്റ് വൺ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം: മംഗൾയാൻ, ചന്ദ്രയാൻ 1, ഗഗൻയാൻ, ചന്ദ്രയാൻ 2. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ആൻസർ സി ആണ്, ഗഗൻയാൻ. നെക്സ്റ്റ് വൺ, ഇലകളിലെ സിരാവിന്യാസം എന്ന ആശയം രൂപീകരിക്കുന്നതിന് വേണ്ടി അനുയോജ്യമല്ലാത്ത പഠന പ്രവർത്തനം: എ, ഫീൽഡ് ട്രിപ്പ്, ബി, ഗ്രൂപ്പ് ചർച്ച, സി, വിവിധ തരം ഇലകൾ ക്ലാസ്സിൽ പറിച്ചു കൊണ്ടുവന്ന് നിരീക്ഷിക്കുന്നു,
ICT ഉപയോഗപ്പെടുത്തുന്നു. ഈ തന്നിരിക്കുന്ന 4 ചോയ്സുകളിൽ സി ആണ് ആൻസർ കീയിൽ നൽകിയിട്ടുള്ള ഉത്തരം. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ 4 ചോയ്സുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അന്ന് നമ്മുടെ ആൻസർ കീയിൽ നൽകിയത് സി എന്ന് പറയുന്ന ആൻസറാണ്. ശരിക്ക് ഇലകളിലെ സിരാവിന്യാസം എന്ന ആശയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായൊരു പ്രവർത്തനമാണ് വിവിധതരം ഇലകൾ ക്ലാസ്സിൽ പറിച്ചു കൊണ്ടുവന്ന് നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി വരുന്ന ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.